ശ്രീ ഷാജു വേണുഗോപാൽ, അങ്ങനെ എന്തെങ്കിലും സംശയങ്ങൾ ക്ഷേത്ര സംരക്ഷണ സഭയെ സംബന്ധിച്ചുണ്ടോ? അവിടെ മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് തിരഞ്ഞെടുപ്പിന് മുൻപ് സ്വർണം കട്ടത് ആരപ്പ എന്ന ചോദ്യമാണ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഉയർന്നത് കേട്ടത്. പക്ഷേ അതിലേക്ക് ഉത്തരത്തിലെത്താൻ ഇങ്ങനെ പോയാൽ എത്ര തലമുറ കഴിഞ്ഞാലും അതൊന്നും തെളിയുമെന്ന് തോന്നുന്നില്ല. അവിടെ കൈകൾ കൂട്ടിക്കെട്ടിയ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതായത് നിയമനങ്ങളുടെ കാര്യത്തിലായാലും വിശ്വാസത്തിൻ്റെ കാര്യത്തിലായാലും വലിയ ഇടപെടൽ ഉണ്ടാകുന്നു എന്നുള്ളതൊക്കെയാണ്. അങ്ങനെ ഒരു സ്തംഭനം SIT അന്വേഷണത്തിന്റെ കാര്യത്തിൽ ഉണ്ടെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? പ്രത്യേകിച്ചും അക്കമിട്ട് തെളിവുകളടക്കം കണ്ടെത്തുന്നു. കൂടുതൽ ഇനിയും പരിശോധനകൾ ഒരുപക്ഷെ വേണ്ടിവരും. വിശദമായി അന്വേഷിക്കേണ്ട കേസാണ്. നേരത്തെ ഇവിടെ ശ്രീ വിനേന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ ഭക്തരുടെ സാന്നിധ്യത്തിൽ തന്നെ പല നടപടികളും നമ്മൾ കണ്ടതാണ്. അപ്പോൾ വിശ്വാസികളെ സംബന്ധിച്ച് ഈ അന്വേഷണം തൃപ്തികരമാണെന്നും അതിവേഗം നടപടികൾ ഉണ്ടാകും, വേഗത്തിലാകണം എന്നുള്ളതാണ് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളത്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോൾ മന്ത്രി ഉന്നയിക്കുന്ന ഈ ആശങ്കകൾ അതിനെന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? ഈ ഒരു കോടതി ഇടപെടലിൽ ദേവസ്വങ്ങൾ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? ദേവസ്വം ബോർഡിൻ്റെ അധികാരം കുറഞ്ഞുപോയി എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. പക്ഷേ ഭക്തർക്ക് സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കുറേയധികം വിധികൾ നമ്മൾ നോക്കുന്ന SIT തന്നെ അന്വേഷിക്കുന്നത്, ഇന്ന് ശബരിമലയിലെ ഏറ്റവും വലിയ തീവെട്ടിക്കൊള്ള അന്വേഷിക്കുന്നത് കോടതി ഇടപെടലുള്ളതുകൊണ്ടാണ്. അല്ലാതെ സ്വാഭാവികമായിട്ടും ദേവസ്വം ബോർഡോ ദേവസ്വം മിനിസ്റ്ററോ കണ്ടുപിടിച്ചിട്ടല്ല ഇത്തരത്തിലുള്ള അന്വേഷണം നടക്കുന്നത്. ആ അന്വേഷണം നടക്കുന്ന ഈ കാലയളവിൽ തന്നെ 2-3 ദേവസ്വം പ്രസിഡന്റുമാർ അറസ്റ്റ് ചെയ്യപ്പെടുകയും ജയിലിൽ അകപ്പെടുകയും പിന്നെ അവർക്ക് ജാമ്യം കിട്ടുകയും ചെയ്തു. അടുത്തൊരു പ്രസിഡന്റ് നിയമത്തിൻ്റെ മുൾമുനയിൽ നിൽക്കുകയാണ്, നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത് അന്വേഷണം എത്ര വേഗത്തിലാവണം എന്നുള്ളത് അത് വരേണ്ടതാണ്. അത് അന്വേഷണമായി നടക്കുന്നുവെന്ന് കരുതുന്നു. അന്വേഷണത്തിൻ്റെ വേഗത കുറവാണെങ്കിൽ ദേവസ്വം ബോർഡ് വേഗത അതിനെന്താണ് മാർഗം എന്നുള്ളതിനെക്കുറിച്ച് പറയാം. ഈ കോടതിയെ മാറ്റി നിർത്തിയാൽ ശരിക്കും എല്ലാം അവതാളത്തിലാവുന്നത്, ദേവൻ്റെ ആവശ്യം പോലും അവതാളത്തിലാവുന്നൊരു സാഹചര്യമായിരിക്കും ഉണ്ടാകുന്നത്. ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രം, ഞാനൊരു ഉദാഹരണം പറയുകയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരു 15 വർഷത്തിലധികമായിട്ടൊരു വിധിയുണ്ട്. അന്ന് അവിടെ നടന്ന അഴിമതിയുടെ അടിസ്ഥാനത്തിൽ കേരള ക്ഷേത്ര സംരക്ഷണ സമിതി എന്ന സംഘടനയാണ് ഹൈക്കോടതി കാണിക്ക എണ്ണി എടുത്തുകൊണ്ട് പോകാൻ ആ സാന്നിധ്യത്തിൽ നിരീക്ഷണത്തിന് വേണ്ടി നിയമിച്ചിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ് സംഭവിച്ചത്? കാണിക്ക എണ്ണുന്ന സമയത്ത് വ്യാപകമായ അഴിമതി നടത്തിയതുകൊണ്ടാണ്. ഇന്നും അഴിമതി പൂർണ്ണമായിട്ടും അവസാനിച്ചിട്ടില്ല. ഈ അഴിമതി ഒന്നും തുടച്ചു നീക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ അത്രയധികം വ്യാപകമാകാതിരിക്കുന്നതിന് പിന്നിലും അല്ലെങ്കിൽ ഇന്നൊരു ഭയം വന്നിട്ടുണ്ട്. കാരണം ഞാൻ കുറ്റം ചെയ്താൽ ഞാൻ ജയിലിലേക്ക് പോകേണ്ടി വരും എന്നൊരു ഭയം ഇന്ന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് ഉണ്ടായ വിഷയങ്ങൾ നമ്മൾ എല്ലാവർക്കും ഇത് വളരെ നമ്മൾ ചർച്ച ചെയ്തതാണ്. ആ ആദ്യത്തെ സുപ്രീം കോടതിയുടെ വിധിയാണ്. ആ സുപ്രീം കോടതി വിധി തന്നെ സുപ്രീം കോടതി തന്നെ തിരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു മുനിസിപ്പൽ കോടതിയുടെയോ ജില്ലാ കോടതിയുടെയോ ഹൈക്കോടതിയുടെയോ സിംഗിൾ ബെഞ്ചിൻ്റെയോ ഒക്കെ വിധി വന്നാൽ അതിൽ തിരുത്തേണ്ടതാണെങ്കിൽ കോടതി തന്നെ തിരുത്തുന്നുണ്ട്. ജനാധിപത്യത്തിൽ നമുക്ക് സമരം ചെയ്യാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ടാണ് യുവതീ പ്രവേശനം ശബരിമലയിലെ നൈഷ്ഠിക ബ്രഹ്മചര്യായിട്ടുള്ള ആ ദേവൻ്റെ സ്വഭാവം അനുസരിച്ചുള്ള പ്രതിഷ്ഠാ സങ്കല്പത്തിന് പോറലേൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ആചാരാനുഷ്ഠാനങ്ങൾ ധ്വംസിക്കപ്പെടുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ സമരരംഗത്തിറങ്ങിയത്. നമുക്കറിയാം, ഇവിടുത്തെ സാധാരണ വീട്ടമ്മമാരോ യുവതികളുടെ പേരിൽ അങ്ങനെയുള്ള ആൾക്കാരൊന്നും ആയിരുന്നില്ല പോയത്. പോലീസിൻ്റെ ഹെൽമെറ്റ് ധരിപ്പിച്ച് അവിടെ ശബരിമലയിൽ അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി അവിടെ അത് ചവിട്ടി മെതിക്കാൻ ശ്രമിച്ചത് ഒരു സർക്കാരാണ്. എന്നിട്ട് ഭക്തജനങ്ങൾക്ക് മുന്നേ ചോദിച്ചു, നിങ്ങൾ ഹർത്താൽ നടത്തുന്നില്ലെന്ന്. ഒരു സർക്കാർ ഹർത്താൽ പ്രഖ്യാപിച്ചാൽ ഹർത്താൽ മാറ്റി വെച്ചൂടെ എന്ന് ചോദിക്കേണ്ടതാണ് ജനജീവിതം സ്തംഭിക്കാതിരിക്കാൻ വേണ്ടി. പക്ഷേ ഒരു സർക്കാർ, ആ സർക്കാരിൻ്റെ നായകനായിട്ടുള്ള മുഖ്യമന്ത്രി ഒരു സനാതനധർമ്മ വിശ്വാസികളോട്, ഭക്തരോട്, അയ്യപ്പ വിശ്വാസികളോട് ചോദിച്ചതാണ്. സമാനതകളില്ലാത്ത ഒരു സമരമാണ്. ലോകത്ത് മുഴുവൻ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചുകൊണ്ടാണ് ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നിലകൊണ്ടത്. ശബരിമലയിൽ മാത്രമല്ല, ലോകത്തെമ്പാടും ശബരിമല കർമ്മസമിതി എന്നുള്ള പേരിൽ ശബരിമല കർമ്മസമിതിയുടെ ആരാധനായ നേതാവും ഇതിൽ ചർച്ചയിൽ വരുന്നുണ്ട്. അമേരിക്കയിൽ പോലും സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചുകൊണ്ട് ഇവിടുത്തെ ആചാരം സംരക്ഷിക്കാൻ വേണ്ടി ശബരിമല അറിയുന്നവരെല്ലാവരും ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് ഒരു വലിയ മുന്നേറ്റം നടത്തി. ആ മുന്നേറ്റം നടത്തിയപ്പോൾ സുപ്രീം കോടതി തന്നെ ആദ്യം പുറപ്പെടുവിച്ച വിധി അവർ തന്നെ മാറ്റി അവിടുത്തെ തൽസ്ഥിതി, അവിടുത്തെ ആചാര സംരക്ഷണം നടക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിൽ നമുക്കറിയാം, ജസ്റ്റിസ് പരിപൂർണൻ അദ്ദേഹം 1985 ശേഷമാണ്, ആ വർഷം എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, അദ്ദേഹം ഈ ശബരിമല അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെട്ട് തുടങ്ങിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പല ഇടപെടലും നമ്മൾ കണ്ടിട്ടുണ്ട്. തന്ത്രിയുടെ വിഷയത്തിലും അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട്.
അതുപോലെ അഴിമതിരഹിതമാകാൻ, ഓഡിറ്റ് അഴിമതിരഹിതമാകാൻ വേണ്ടിയാണ്. അഴിമതി ഉള്ളത് കൊണ്ടാണ് ദേവസ്വം എന്ന് പറയുന്നത് ദശലക്ഷ കോടി രൂപ വരുന്നതിൽ വൻ അഴിമതി ഉള്ളത് കൊണ്ടാണ്. ശബരിമല എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ എന്താ പറയുന്ന ഒരു വർഷം നമുക്ക് ഏത് ക്ഷേത്രം എടുത്താലും ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ 5 കോടി അടുപ്പിച്ച് ഭക്തജനങ്ങൾ വന്നു പോകുന്ന ഏക ക്ഷേത്രമാണ് ശബരിമല. അതിനനുസരിച്ചുള്ള വരുമാനം, അവിടുത്തെ റവന്യൂ ഇൻകം ഇതെല്ലാം തന്നെ വളരെ കൂടുതലാണ്. അവിടുത്തെ കാണിക്ക, അവിടുത്തെ പ്രസാദം വാങ്ങി പോകുന്നത് പോലും ലക്ഷക്കണക്കിനാണ് കിട്ടുന്നത്. അവിടുത്തെ എല്ലാ കാര്യങ്ങളും ശബരിമലയിലേക്ക് വരുന്ന സമയത്ത് അരിയും മറ്റു കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്ന് അർപ്പിക്കുന്നത് എല്ലാത്തിലും വരുമാനം കിട്ടുകയാണ്. ലേലം കൊടുക്കുന്നതിൽ കോടിക്കണക്കിന് വരുമാനം കിട്ടുകയാണ്. അവിടെ ശബരിമലയിൽ എന്ത് വിൽക്കാം, ഏത് ഡ്രിങ്ക്സ് വിൽക്കാം എന്നുള്ളതിന് പിന്നിലൊക്കെ പല പല കാരണങ്ങളുണ്ട്. അവിടെ തന്നെ ATM കൗണ്ടറിന് വേണ്ടി പുറകെ നടക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ പോലും ഞാൻ കണ്ടിട്ടുണ്ട്, ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെയൊക്കെ പുറകിൽ. അപ്പോൾ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് സംവിധാനം അത് മുൻ സർക്കാർ നിയമിച്ച സംവിധാനമാണ്. മന്ത്രി വന്നതിന് ശേഷം അതിലൊന്നും കാര്യമായിട്ട് ഇടപെടാൻ പറ്റുന്നില്ല. വളരെ മന്ത്രിയെക്കുറിച്ചിട്ട് വേറൊന്നും നമുക്ക് പറയാനില്ല. മന്ത്രി ഇടപെടട്ടെ, മന്ത്രി കുഴപ്പമുള്ള വിഷയങ്ങളിലൊക്കെ ഇടപെടട്ടെ. പക്ഷേ കോടതിയെ മാറ്റി നിർത്തണം എന്നുള്ള, അല്ലെങ്കിൽ കോടതിയുടെ ഇടപെടൽ കൂടുതലാണ് എന്ന് ഭക്തർ അല്ലെങ്കിൽ ഭക്തജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു സംഘടന എന്നുള്ള രീതിയിൽ നമ്മൾ കരുതുന്നേ ഇല്ല.